Hi friends, today we are going to discuss about our second chapter in the part of the first unit. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇത് കേട്ടോ. എന്താണ് ടൈറ്റിൽ എന്താണെന്ന് പറഞ്ഞ മക്കളെ? ദ സ്നേക്ക് ആൻഡ് ദ മിറർ. എന്താണ് സ്നേക്ക് ആൻഡ് ദ മിറർ അല്ലെ? ഒരു പാമ്പും അതേപോലെ ഒരു കണ്ണാടിയും അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെ? ഒരു റിലാക്സേഷൻ ആണ് കേട്ടോ ഈ ചാപ്റ്റർ. വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. അതിന് കാരണം എന്താ? ഇത് എഴുതിയതാരാ? നമ്മുടെ സ്വന്തം ആളാണ്. ആരാണ്? നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ? ബഷീറിനെ കുറിച്ച് ഞങ്ങളോട് പറയണ്ട എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. അത് തന്നെയാണ് അല്ലെ? നമ്മൾ നമ്മൾ എത്ര കാലം മുതൽ അറിയാവുന്നതാണ് അല്ലെ? നമ്മുടെ സ്വന്തം എഴുത്തുകാരനാണ് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ആ സിംപ്ലിസിറ്റി ഈ ഒരു കഥക്കുമുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും എന്താണ്? വളരെ സിമ്പിൾ ആയിരിക്കും. എല്ലാ കഥകളും വളരെ സിമ്പിളും അതുപോലെ വളരെ ഹ്യൂമറസും ആയിരിക്കും. ഇവനൊരു ചെറിയ കുട്ടിക്ക് വരെ അത് വളരെ ഈസി ആയിട്ട് വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കഥകളുടെ പ്രത്യേകത. ഇവിടെ നോക്കാം. ഫസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് അല്ലെ? നമ്മുടെ സ്റ്റോറിക്ക് മുകളിലായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ബഷീർ ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ് അല്ലെ? നമ്മുടെ സുൽത്താൻ അല്ലേ അദ്ദേഹം? ബഷീർ ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ് ഈസ് എ ട്രൂ ലവർ ഓഫ് നാച്ചർ അല്ലെ? ഒരു നാച്ചറിന്റെ നാച്ചറിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഒരു ട്രൂ ലവർ ആയിരുന്നു അദ്ദേഹം. He highlights the blend of all creatures and nature in his stories. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായിരുന്നു മക്കളെ? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഒരു ബ്ലെൻഡിങ് ആണ് അല്ലെ? എന്തിന്റെ ഒരു മിക്സിംഗ് ആണ്? എന്തിന്റെ? ക്രീച്ചേഴ്സ് ആൻഡ് നാച്ചേഴ്സ് ഇൻ ഹിസ് സ്റ്റോറീസ് അല്ലെ? എല്ലാ മൃഗങ്ങളുടെയും എല്ലാ ജീവികളുടെയും മനുഷ്യരുടെയും ഒക്കെ കൂടെയുള്ള ഒരു മിക്സിംഗ് ആയിരിക്കും അദ്ദേഹത്തിന്റെ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ. The stories evoke നമ്മളിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നു എന്ത്? ഹ്യൂമർ ആൻഡ് സർക്കാസം ഓൺ ദ ഫോളീസ് ഓഫ് മാൻ അല്ലെ? അത് വളരെ ഹ്യൂമർ നമ്മളെ ഒരു ഫലിതം അല്ലെ? ഹ്യൂമറസ് ആയിരിക്കും, ഹ്യൂമർ ഉണ്ടാക്കുന്നു. അതുപോലെ സർക്കാസം മീൻസ് എന്താണ്? കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് കഥകൾ എഴുതുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ഒരു വീക്ക്നെസ് ആയിരുന്നു കേട്ടോ. എന്നാലോ കൊള്ളിച്ച് പറയാ, എന്നാലോ കളിയാക്കലിലൂടെ വളരെ രസകരമായിട്ട് ആളുകൾക്ക് പറ്റുന്ന വലിയ വലിയ അബദ്ധങ്ങളൊക്കെ അല്ലെ? ഫോളീസ് ഒക്കെ ആയിരിക്കും അദ്ദേഹം പരിഹാസ രൂപേണ അവതരിപ്പിക്കാറുണ്ട്. ഫോളീസ് മാത്രമല്ല കേട്ടോ, പല ആളുകളുടെ പല രീതിക്കുള്ള അഹന്തയും പല ക്യാരക്ടേഴ്സും പല പ്രശ്നങ്ങളും സൊസൈറ്റിയിലും ആ ടൈമിലുള്ള രാഷ്ട്രീയപരമായിട്ടൊക്കെയുള്ള പലതിനെ അദ്ദേഹം വളരെ സർക്കാസ് രൂപേണ വളരെ പരിഹാസ രൂപേണ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ റൈറ്റിങ്സിൽ കൊണ്ടുവരാറുണ്ട്. സോ ഹിയർ ഇസ് സച്ച് എ സ്റ്റോറി, റീഡ് ആൻഡ് എൻജോയ്. ഇവിടെയും അങ്ങനെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ? റീഡ് ആൻഡ് എൻജോയ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തോ എൻജോയ് ചെയ്യാനുള്ളതുണ്ട് എന്നല്ലേ? നോക്കാം മക്കളെ, എന്താണ്? നമുക്കിതൊന്ന് എൻജോയ് ചെയ്യാം അല്ലെ? ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ദ സ്നേക്ക് ആൻഡ് ദ മിറർ അല്ലെ? പാമ്പും കണ്ണാടിയും. വൈക്കം മുഹമ്മദ് അല്ലെ? ഓദറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ, ഹു ഈസ് ഫോൺലി റിമെമ്പേർഡ് ആസ് ബേപ്പൂർ സുൽത്താൻ, ഈസ് എ ഹ്യൂമനിസ്റ്റ്, ഫ്രീഡം ഫൈറ്റർ, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഹൈലിംഗ് ഫ്രം കേരള അല്ലെ? നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി, ഫ്രീഡം ഫൈറ്റർ, നോവലിസ്റ്റ്, ഹ്യൂമനിസ്റ്റ്, എല്ലാ രീതിയും അദ്ദേഹം എന്താണ്? ഫേമസ് ആണ് കേട്ടോ. ഈസ് നോട്ടഡ് ഫോർ ഹിസ് ഡിസാമിംഗ്ലി ഡൗൺ ടു എർത്ത് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ദാറ്റ് മേഡ് ഹിം ഈക്വലി പോപ്പുലർ എമംഗ് ലിറ്റററി ക്രിറ്റിക്സ് ആസ് ദ കോമൺ മാൻ അല്ലെ? ദെൻ ഹിസ് നോട്ടബിൾ വർക്ക്സ്, അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ് അല്ലെ? അദ്ദേഹം ഒരു എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടൽ, അദ്ദേഹം ഒരു സമൂഹത്തിൽ വളരെയധികം ഇടപെടുന്ന ക്രിട്ടിക്കായിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള റൈറ്റിങ്സുകൾ നിങ്ങൾക്കറിയാം. ബാലകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പുപ്പാക്ക് ആനുണ്ടായിരുന്നു, ജന്മദിനം അല്ലെ? അനഘ നിമിഷം അല്ലെ? ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ. നോക്കാം. ഓക്കെ, ഇതൊന്നല്ല അല്ലെ? മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒരുപാടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റോറിയിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? ഒരു ചോദ്യമാണ് അല്ലെ? ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ ഒരു സ്നേക്ക് ഇങ്ങനെ ചുറ്റി വലിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ നിങ്ങളെ ചുറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ നിങ്ങളെ പാമ്പ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതൊരു ചോദ്യമാണ്. എ ഫുൾ ബ്ലഡർ കോംബ്ര, അത് വെറും കോംബ്ര അല്ല, ഫുൾ ബ്ലഡർ എന്ന് പറഞ്ഞാൽ ഫുൾ ആരോഗ്യവാനായിട്ടുള്ള, ഫുൾ ചോരയുള്ള എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വിഷമുള്ള, നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കോബ്ര നിങ്ങളെ ചുറ്റി വലിഞ്ഞിട്ടുണ്ടോ?
ഓൾ ഓഫ് us fell silent. ആ ചോദ്യം കേട്ടതും എല്ലാവരും എന്തായി മക്കളെ? സൈലന്റ് ആയിട്ടോ, വളരെ ശാന്തരായി. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപാത്ത്. ഹോമിയോപതിന്റെ അടുത്ത് നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. ഹോമിയോ ഡോക്ടറെ കാണട്ടോ, ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് നിന്നാണ് ഈ ചോദ്യം വന്നത്. ദ ടോപ്പിക് കെയിം അപ്പ് when we were discussing snake, അല്ലെ? ഞങ്ങൾ പാമ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ടോപ്പിക് എന്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി വന്നത്. പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് കയറി വരിക. കെയിം അപ്പ് ഒരു ഫ്രേസൽ വെർബ്സാലോ. എന്താണ്? അപ്രത്യക്ഷമായിട്ട് മീറ്റ് ചെയ്യുക, അപ്രത്യക്ഷമായിട്ട് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്യപ്പെടുക ഒരു വിഷയം. ഇതിനൊക്കെ നമ്മൾ കെയിം അപ്പ് എന്ന് പറയും കേട്ടോ. അപ്പൊ ഇവര് ഓൾറെഡി സ്നേക്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആ ടോപ്പിക്കിലോട്ട് കയറി വന്നതും ആ ഹോമിയോ ഡോക്ടർ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും. Okay, we listened attentively as the doctor continued with the tale. ഞങ്ങൾ എന്ത് ചെയ്തു? വളരെ തീവ്രമായിട്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ലിസൺ ചെയ്യാൻ തുടങ്ങി. The doctor continued with the tale. ഡോക്ടർ എന്ത് ചെയ്യാണ് മക്കളെ? ആ കഥ അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. It was a hot summer night about 10 o'clock, അല്ലെ? ഒരു രാത്രി 10 o'clock നല്ല ചൂട് സമ്മർ കാലത്ത് കേട്ടോ. അങ്ങനെയാണ് ആ ദിവസം കേട്ടോ. I had my meal at the restaurant and returned to my room. അല്ലെ? എന്താണ് മീൽ മീൻസ്? ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് റിട്ടേൺ ടു മൈ റൂം, റൂമിലോട്ട് തന്നെ തിരിച്ചു വന്നു. I heard, കേട്ടു, a noise from above as I opened the door. അല്ലെ? ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ എന്താ കേട്ടത് മക്കളെ? മുകളിൽ നിന്നും ഒരു നോയ്സ്, ഒരു ശബ്ദം കേട്ടു. The sound was familiar one. അതെനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ശബ്ദമായിരുന്നു കേട്ടോ. എന്നെ പേടിപ്പിക്കുന്നൊന്നുമില്ല. കാരണം അതെന്താ? എനിക്ക് വളരെ ഫെമിലിയർ ആണ്, ഞാൻ എപ്പോഴും കേൾക്കാറുള്ള ശബ്ദമായിരുന്നു. ഓക്കെ, ഫെമിലിയർ മീൻസ് എന്താണ്? നമുക്ക് പരിചിതമായ, എപ്പോഴും കേൾക്കുന്ന കേട്ടോ. One could say that rats, എന്താണ്? One could say that rats and I shared the room. അല്ലെ? അത് ആരുടെ ശബ്ദമാണ് മക്കളെ? എലിയുടെ ശബ്ദമാണ്. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനും എലി റൂം ഷെയർ ചെയ്ത് ജീവിക്കാണ്. അപ്പൊ അവിടെ സ്ഥിരമായിട്ടുള്ള എലിയാണെന്നുള്ളത് കേട്ടെ. അപ്പൊ ഞാൻ ഷെയർ ചെയ്ത്, ഞാൻ റെന്റൊക്കെ ഷെയർ ചെയ്ത് ഞാനും എലിയും ഷെയർ ചെയ്തിട്ടാണ് റൂമിൽ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ റൂം ഷെയർ ചെയ്തിട്ടുള്ള ആ എലിയുടെ ശബ്ദമാണ് ആ കേട്ടിട്ടുള്ളത്. ഓക്കെ, I took out my box ഓഫ് മാച്ചസ്. ഞാൻ എന്ത് ചെയ്തു മക്കൾ? അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് പുറത്തോട്ടെടുത്തു? ഒരു തീപ്പെട്ടി എടുത്തു. and lighted the kerosene lamp on the table. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് ആ ടേബിളും വെച്ചു കേട്ടോ. ക്ലിയർ? The house was not electrified. എന്താണ് മക്കളെ? ഇലക്ട്രിഫൈഡ് അല്ല. എന്താണ്? അവിടെ വൈദ്യുതീകരിച്ചിട്ടില്ല കേട്ടോ. കറണ്ട് ഇല്ല ആ റൂമിന്റെ ഉള്ളിൽ കേട്ടോ. കറണ്ട് ഒന്നും ഇല്ലാത്ത കാലമാണ്, അതുകൊണ്ടാണ് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചത്. മീൻ കറണ്ട് ഇല്ലാത്ത കാലമായതുകൊണ്ടല്ല, ആ റൂമിൽ എന്താണ്? അതിനുള്ള സൗകര്യം ഇല്ല, അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല കേട്ടോ. ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. അതൊരു ചെറിയ വാടക കൊടുക്കുന്ന റൂമായിരുന്നു, ചെറിയൊരു വാടക കൊടുക്കുന്ന റൂമായിരുന്നു, ചെറിയ വാടകയ്ക്ക് കിട്ടിയിട്ടുള്ള റൂമാട്ടോ. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ്. ജസ്റ്റ് സെറ്റപ്പ് മീൻസ് എന്താണെന്ന് അറിയോ? സ്റ്റാർട്ടിങ് ആണ്, ബിഗിനിങ് ആണ് അല്ലെ? മെഡിക്കൽ പ്രാക്ടീസ് എന്താണ്? ഡോക്ടർ ആയിട്ടുള്ള പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ആൻഡ് മൈ ഏർണിങ്സ് വേർ മേഗ്ര. എന്താണ് മേഗ്ര മീൻസ്? അത് കുറച്ച് അല്ലെ, വളരെ കുറച്ച് എന്നുള്ള അർത്ഥത്തിലാട്ടോ. തുച്ഛമായ അല്ലെ, വളരെ തുച്ഛമായിട്ടുള്ള ഏർണിങ്, സാലറി ആയിരുന്നു എന്ത്? ഈ മെഡിക്കൽ പ്രാക്ടീസ് സെറ്റപ്പ് ആയതുകൊണ്ട്, എന്ത് തുടങ്ങായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ തുച്ഛമായിട്ടുള്ള സാലറി, തുച്ഛമായിട്ടുള്ള വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത്ര കറണ്ടൊന്നും ഇല്ലാത്ത വളരെ ചെറിയൊരു റെന്റ് റൂം എടുത്തത് കേട്ടോ. അലോങ് വിത്ത് സം ഷാർട്സ്. അത് എന്തൊക്കെയാണ് ഇനി അദ്ദേഹത്തിന് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ നോക്കാം. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. എന്തുണ്ടായിരുന്നു? ഒരു 60 rupees, ഒരു 60 രൂപ ഉണ്ടായിരുന്നു എൻ്റെ സ്യൂട്ട് കേസിൽ. പിന്നെയോ അലോങ് വിത്ത് സം ഷർട്ട് ആൻഡ് ധോട്ടീസ്. പിന്നെ കുറച്ച് തുണിയും പിന്നെ കുറച്ച് ഷർട്ടും ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ പോസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. പിന്നെ എന്തുണ്ടായിരുന്നു മക്കളെ? ഒരു കാര്യം കൂടെ കൈവശം ഉണ്ടായിരുന്നു. എന്ത് കൈവശം ഉണ്ടായിരുന്നു? വൺ സോളിറ്ററി, ഏകനായ. ഇവിടെ സോളിറ്ററിക്ക് ഏകനായ ബ്ലാക്ക് കോട്ട് പറഞ്ഞാൽ ഒരൊറ്റ ബ്ലാക്ക് കോട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, സോളിറ്ററി ബ്ലാക്ക്, ഒരൊറ്റ ബ്ലാക്ക് കോട്ട്. സോളിറ്ററി മീൻസ് ഏകനായ. ഇവിടെ ഒരൊറ്റ ബ്ലാക്ക് കോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വിച്ച് ഐ വാസ് ദെൻ വിയറിംഗ്. അല്ലെ, ഡോക്ടർ ആണല്ലോ അല്ലെ. അപ്പൊ അവിടെ ഡോക്ടർ അവർ ധരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരൊറ്റ ബ്ലാക്ക് കോട്ടും കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും സാധനമുള്ളൂ അദ്ദേഹത്തിന്റെ കയ്യിൽ. ക്ലിയർ? ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്. ഞാൻ എന്ത് ചെയ്തു? ടുക്ക് ഓഫ് മീൻസ് എന്താ മക്കളെ?
ഫ്രേസൽ വെർബ്സ് ആണ്. ഒത്തിരി ഫ്രേസൽ വെർബ്സ് ഉണ്ട് കേട്ടോ ഈ 2-3 ചാപ്റ്ററിലായിട്ട്. ടുക്ക് ഓഫ് മീൻസ് എന്താണ്? ഊരുക. ഒരുപാട് ഫ്രേസൽ വെർബ്സ് ഉണ്ടായതുകൊണ്ടാണല്ലോ നമുക്ക് 4 മാർക്കിന് ഡെയിലി എല്ലാ വർഷവും ഫ്രേസൽ വെർബ്സ് 4 മാർക്കിന് വരുന്നത്. കാരണം അത്രയും ഫ്രേസൽ വെർബ്സ് എല്ലാ ചാപ്റ്ററിലും ഉണ്ടായതുകൊണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ നമുക്ക് ഫുൾ വരുന്ന ഫ്രേസൽ വെർബ്സിന്റെ ഒരു ക്ലാസ് നമുക്ക് സെപ്പറേറ്റ് വെക്കാം കേട്ടോ. സോ ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്. എന്താണ്? ഞാൻ എൻ്റെ ബ്ലാക്ക് കോട്ട് അഴിച്ചു മാറ്റി. ദെൻ വൈറ്റ് ഷർട്ടും ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്. സോ വൈറ്റ് എന്ന് പറഞ്ഞാൽ, നോട്ട് സോ വൈറ്റ് പറഞ്ഞാൽ നല്ല വൈറ്റ് കളർ ഇല്ലാത്ത, വൈറ്റ് കളർ ഒന്നും വല്ലാണ്ട് വൈറ്റ് കളർ അല്ല, കുറച്ച് ഒരു ഇതായിട്ടുണ്ട്. വെസ്റ്റ് മീൻസ് എന്താണ്? ബനിയൻ കേട്ടോ. നമ്മൾ വൈറ്റ് ഉള്ളിലിരുന്ന ബനിയനില്ല, അത് ഈ വിയർപ്പും ചളിയൊക്കെ കാരണം വലിയ കളറൊന്നും അതിനില്ല കേട്ടോ. ആൻഡ് ഹാങ് ദം അപ്പ്. അതൊക്കെ എന്ത് ചെയ്തു? ഈ കോട്ടും ഈ ഷർട്ടും അതിനുള്ളിൽ നിന്ന് ആ വലിയ കളറില്ലാത്ത ബനിയനെ കൂരിയിട്ട് ഹാങ് ചെയ്ത് വെച്ച് തൂക്കിയിട്ടു കേട്ടോ. ഐ ഓപ്പൺ ദ 2 വിൻഡോസ് ഇൻ ദ ഡോർ. എന്നിട്ട് എന്ത് ചെയ്തു? റൂമിന്റെ 2 വിൻഡോയും 2 ജനലും തുറന്നു വെച്ചു. വിൻഡോസ് 2 ജനൽ തുറന്നു വെക്കാട്ടോ. വിൻഡോസ് മീൻസ് ജനൽ. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം. ഇതൊരു പുറത്തേക്കുള്ള റൂമായിരുന്നു. വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അല്ലെ, പുറത്തോട്ട് ഇങ്ങനെ മിറ്റം കാണുന്ന രീതിക്കുള്ള ഒരു റൂം. അങ്ങനെ വെച്ചാലും ഇപ്പൊ അധികം അങ്ങനെ തന്നെയാ അല്ലെ. ജനൽ തുറന്നു വെച്ചാൽ മിറ്റം കാണാത്ത റൂമൊന്നും ഇല്ല. അങ്ങനെ പണ്ടുള്ള ഒരുപാട് റൂമുകളുള്ള പണ്ടത്തെ വീട്ടിലൊക്കെ ചിലപ്പോൾ റൂം തുറക്കുമ്പോൾ മിറ്റം കാണാത്ത റൂം ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇപ്പൊ പൊതുവെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം. ഇങ്ങനെ പുറത്തോട്ട് കാണുന്ന റൂമായിരുന്നു. വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അല്ലെ, അതിന്റെ ഒരു ഭാഗം എങ്ങനെയായിരുന്നു? പുറത്തോട്ടുള്ളതായിരുന്നു. മീൻസ് മുറ്റത്തേക്ക് കാണുന്ന രീതിക്കായിരുന്നു അല്ലെ. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്. ടൈൽഡ് മീൻസ് ഇവിടെ എന്താ? ടൈൽ ഇപ്പോഴത്തെ ടൈലുണ്ടല്ലോ, ആ ടൈലല്ല കേട്ടോ. ഇത് ഓട് എന്നുള്ള അർത്ഥത്തിലാട്ടോ. ഓട്. ടൈൽഡ് മീൻസ് എന്താണ്? ഓട് റൂഫായിരുന്നു. വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. എന്താണ് ഗാബിൾസ് എന്ന് പറഞ്ഞാൽ? എന്താന്ന് വെച്ചാല് അത് ഇതാണ് മക്കളെ. ഗാബിൾ മീൻസ് മുകളിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, ഒരു ത്രികോണ ആകൃതിയിലുള്ള ഒരു സംഭവം കേട്ടോ. വീടിന്റെ മുകളിൽ ഒരു ത്രികോണ ഭാഗത്തില് ത്രികോണം, വീടിന്റെ മുകളിൽ ഇങ്ങനെ ത്രികോണമായിട്ട് ഓടിട്ട വീടിന് ഇങ്ങനെ കാണില്ലേ? ഓടിട്ട വീട് ഇപ്പൊ ഇങ്ങനെ ആവില്ലേ മക്കളെ? ഇങ്ങനെ ആയിരിക്കും ഓടിട്ട വീട്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഈ ഗാബിൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അതിനാണ് ഗാബിൾസ് എന്ന് പറയുന്നത്. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വോൾ. അല്ലെ, എന്ത് ചെയ്തിട്ടുണ്ട്? വോളും ഉണ്ടാവും ബീമുകൾ അല്ലെ, വലിയ വലിയ തടികൾ ഉണ്ടാവും അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ തടിമലായിരിക്കും അല്ലെ. നിങ്ങളുടെ പണ്ടത്തെ ഓടിട്ട് വീട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, മരത്തടികളുടെ മുകളിലാണ് അത് ഉണ്ടാവുക അല്ലെ. അതിനാണ് ബീം എന്ന് പറയുന്നത്. ബീം ഓവർ ദ വോൾ. വലിയൊരു മരത്തടിയുടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളിലായിട്ടാണ് ഈ മേൽക്കൂര പോലത്തെ സംഭവം വരുന്നത്. അതിനെന്തുണ്ട്? ഓടിട്ടുണ്ട്. ഒരു ഓടിട്ട വീടാണെന്നുള്ളതെന്ന് വർണ്ണിച്ചു തന്നതാണ് കേട്ടോ. ഓക്കെ, ദർ വാസ് നോ സീലിംഗ്. അതിന്റെ ചില ആളുകൾ ഇപ്പോൾ ഓടിട്ട വീടിന്റെ താഴെ സീലിംഗ് ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ എന്തുണ്ട്? ദർ വാസ് നോ സീലിംഗ്. സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റൈഡ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. അല്ലെ, അവിടെ എന്ത് ചെയ്യാറുണ്ട് മക്കളെ? ഈ സീലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ റാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതുകൊണ്ട് അവിടെ ഒരു റെഗുലർ ട്രാഫിക് ഉണ്ടാവാറുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വോൾ. ഞാൻ എന്ത് ചെയ്തു? ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ദ വോൾ. അല്ലെ, നമ്മൾ പൊതുവെ അങ്ങനെ തന്നെയല്ലേ, എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ബെഡ് ചുമരിന്റെ അടുത്തോട്ട് നീക്കിയിട്ടിട്ടായിരിക്കും നമ്മൾ കിടക്കുക. അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത്. മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വോൾ. വോളിനോട് അടുപ്പിച്ച് അദ്ദേഹത്തിന്റെ ബെഡ് ഇങ്ങനെ നീക്കിയിട്ടു. ആൻഡ് ലേ ഡൗൺ. എന്നിട്ട് അദ്ദേഹം കിടന്നു. ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്. പക്ഷെ ഉറക്കം വന്നില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെന്റ് ഔട്ട് ടു ദ വെറാന്ത. അത് എന്ത് ചെയ്തു? ഐ ഗോട്ട് അപ്പ്, എണീറ്റു അല്ലെ. എണീറ്റിട്ട് വെന്റ് ഔട്ട് മീൻസ് പുറത്തു പോയി. ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി. ലിറ്റിൽ എയർ മീൻസ് എന്താണ്? ഇവിടെ കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ലിറ്റിൽ എയർ വായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പുറത്തോട്ട് പോയി, വരാന്തയിലോട്ട് പോയി. ബട്ട് ദ വിൻഡ് ഗോഡ്. പക്ഷേ കാറ്റ് ദൈവം സീംഡ് ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. എന്ത് ചെയ്തു? കുറച്ച് ബ്രേക്ക് എടുത്തേക്കുണ്ട് മക്കളെ നമ്മളെ ദൈവം. എന്ത് ദൈവം? കാറ്റിന്റെ ദൈവം മീൻസ് ഉദ്ദേശിച്ചത് കാറ്റ് അവിടെ ഇല്ല, മീൻസ് കാറ്റിപ്പോൾ ഇല്ല എന്ന് ഉദ്ദേശിച്ചത്. മീൻ കാറ്റിന്റെ ദൈവം കുറച്ചേരം ടൈം ഓഫ് ചെയ്തിട്ടുണ്ട്, കുറച്ചു നേരം ബ്രേക്ക് എടുത്തിട്ടുണ്ടാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അവിടെ കാറ്റൊന്നും ഇല്ല എന്നാണ്. ദെൻ ഐ വെന്റ് ബാക്ക് ഇൻ ടു ദ റൂം. ഞാൻ എന്ത് ചെയ്തു? വീണ്ടും റൂമിലോട്ട് പോയി. കാറ്റൊന്നും കിട്ടുന്നില്ലല്ലോ. സോ ഐ വെന്റ് ബാക്ക് ഇൻ ടു ദ റൂം. ഞാൻ റൂമിലോട്ട് പോയി. ആൻഡ് സാറ്റ് ഡൗൺ. ഇരുന്നു. ഓൺ ദ ചെയറിന്മേൽ ഇരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ. ടേബിളിന്റെ താഴെ നിന്നും ഞാനൊരു ബോക്സ് വലിച്ചിട്ട്
ഓപ്പൺ ചെയ്തു. ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ബുക്ക് എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ബുക്ക് കേട്ടോ. മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ബുക്ക് എടുത്തു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. ഒരു ലാർജ് മിറർ ഇങ്ങനെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ ബുക്കിലുള്ള പിക്ചറിൽ വ്യക്തമായിട്ട് കാണാം. അയാൾ ഒരു ടേബിളിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ചെയറിൽ അതിന് മുമ്പിലായിട്ട് ഒരു ലാർജ് വലിയൊരു മിററും ഉണ്ട് കേട്ടോ. ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് ദ ലാർജ് മിറർ. അവിടെ ലാമ്പും ഉണ്ട്, അതേപോലെ ഒരു ലാർജ് മിററും ഉണ്ട്. സ്മോൾ കോം ലേ ബിസൈഡ് ദ മിറർ. ആ മിററിന്റെ തൊട്ടപ്പുറത്തായിട്ട് എന്തുണ്ട് മക്കളെ? ഒരു ചെറിയ ചീർപ്പുണ്ട് കേട്ടോ. ചീർപ്പില്ല, നമ്മൾ മുടി വരുന്ന കോമ്പ്, അതുകൊണ്ട്. ഓക്കെ, അതിന് ഒരു സൈഡിലായിട്ട്. ക്ലിയർ ആയല്ലോ? ചേർപ്പല്ല കേട്ടോ മക്കളെ, ഞാൻ ഉദ്ദേശിച്ചത് ചീർപ്പാണ്. Then one feels tempted to look into a mirror when it is near. എന്താണ്? one feels tempted to look into a mirror when it is near. ഇത് നമുക്കൊക്കെ ഉള്ള പ്രശ്നമാണല്ലേ മക്കളെ? നമുക്ക് എന്ത് ചെയ്യും? ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും, ഒരു മോട്ടിവേഷൻ, എന്താ ഒരു പ്രേരണ ഉണ്ടാവും. എന്ത് പ്രേരണ? ലുക്ക് ഇൻ ടു ദ മിറർ, കണ്ണാടിയിൽ നോക്കാം. when it is near അല്ലേ? കണ്ണാടിയുടെ അടുത്ത് ചെന്ന് നിന്നാൽ ആരാ അതിൻ്റെ അടുത്ത്? നിങ്ങൾ ആരെങ്കിലും കണ്ണാടിയുടെ അടുത്ത് നിന്നിട്ട് അതിൽ നോക്കാതെ തിരിച്ചു പോന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഇയാൾ ഈ പറയുന്ന വ്യക്തിയും കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് നോക്കാൻ എന്തുണ്ടാവും? ഒരു പ്രേരണ ഉണ്ടാവും അല്ലേ? ഐ ടുക്ക് എ ലുക്ക്. സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? ഒന്ന് നോക്കാം. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിയർ ഓഫ് ബ്യൂട്ടി. ആ ദിവസങ്ങളിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്തായിരുന്നു? അയാളുടെ ബ്യൂട്ടിയിൽ ഭയങ്കര അഡ്മിയർ ആയിരുന്നു അല്ലേ? ഭയങ്കര അഭിമാനിക്കുന്ന, സ്വന്തം ഭംഗിയിൽ ആനന്ദം കണ്ടെത്തി അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ടൈമിൽ അദ്ദേഹം. ഓക്കെ, ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അദ്ദേഹം സ്വയം വിശ്വസിച്ചിരുന്നത്, ബിലീവ്ഡ് ആണ് വിശ്വസിക്കുക, മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം, ഞാൻ സ്വയം ഒരു ഹാൻസമാണെന്നാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? വിശ്വസിച്ചത്. അതുപോലെ അദ്ദേഹം ഇപ്പോൾ ഹാൻസമായിട്ട് നടക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഐ വാസ് അൺമാരീഡ്. കാരണം എന്താ മക്കളെ? ഹി വാസ് അൺമാരീഡ്. അദ്ദേഹം എന്തായിരുന്നു? അൺമാരീഡ് ആയിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ആൻഡ് വാസ് എ ഡോക്ടർ. അത് മാത്രമല്ല, ഡോക്ടറും ആണല്ലോ. സോ എന്താ, ഞാൻ കുറച്ച് ലുക്കിലൊക്കെ നടക്കാലോ എന്നുള്ളൊരു തോന്നൽ കേട്ടോ. അപ്പൊ എന്താണ്? അത് ഡോക്ടറും ആണ്, അൺമാരീഡും ആണ്. അപ്പൊ സോ അദ്ദേഹത്തിന്റെ ബ്യൂട്ടിയെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു കേട്ടോ. ഐ ഫെൽറ്റ്, എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. മറ്റുള്ള മുമ്പിലൊക്കെ ഞാൻ എൻ്റെ പ്രസൻസ് മറ്റുള്ളവരൊക്കെ ഫീൽ ചെയ്യണം, എൻ്റെ ഗ്ലാമറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മറ്റുള്ളവരൊക്കെ ആ പ്രസൻസ് ഫീൽ ചെയ്യണം എന്ന് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഓക്കെ, ഐ പിക്ഡ് അപ്പ് ദ കോം. ഞാൻ എന്ത് ചെയ്തു? അവിടെ നിന്നും ആ ചീർപ്പെടുത്തിട്ട് ഐ റൺ ഇറ്റ് ത്രൂ മൈ ഹെയർ. എന്ത് ചെയ്തു? എൻ്റെ മുടിയുടെ ഇടയിലൂടെ അതൊന്ന് ഓടിച്ചു. റൺ ഇറ്റ് മീൻസ് ഓടിക്കാരണം എന്താ? ചീർപ്പെടുത്ത് വാർന്നു കേട്ടോ. അപ്പോൾ മുടിയുടെ ഇടയിലൂടെ അതെന്ത് ചെയ്തു? ഒന്ന് ഓടിച്ചു. ആൻഡ് അഡ്ജസ്റ്റഡ്, എന്ത് ചെയ്തു? എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ദ പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രൈറ്റ് ആൻഡ് നീറ്റ്. എന്താ പാർട്ടിങ് എന്ന് പറഞ്ഞാൽ മക്കളെ? പാർട്ടിങ് പറഞ്ഞാൽ ദ വയവ് അല്ലേ? വയവ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇനി ചില നാട്ടിൽ അത് എന്താണെന്ന് എനിക്കറിയില്ല. മുടിക്ക് ചില സമയത്ത് നമ്മളിങ്ങനെ നേരെ വയവെടുക്കും, ചില ആൾക്കാർ ഇങ്ങനെ ചെരിഞ്ഞൊരു വയവെടുക്കും അല്ലെ? ഇങ്ങനെ ഒരു നേരെ ഒരു വയവെടുക്കില്ല മുടി വാരുമ്പോൾ. ആ വയവൊക്കെ എന്ത് ചെയ്തു മക്കളെ? അദ്ദേഹം ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കിയിട്ടും നീറ്റായിട്ടൊക്കെ ഇങ്ങനെ വെച്ചു. ഓക്കെ, അഗെയിൻ ഐ ഹിയർ ദാറ്റ് സൗണ്ട് ഫ്രം ദ അബോവ്. ആ സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും മുകളിൽ നിന്നും ആ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. I took a close look at my face in the mirror. I took a close look at my face in the mirror. അല്ലെ? മിററിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് ചെയ്തു? ഒരു ക്ലോസ് ആയിട്ടൊന്ന് നോക്കി. ഐ മേഡ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ, ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു. ഡിസിഷൻ മീൻസ് തീരുമാനം, ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ പ്രധാനപ്പെട്ട. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു. എന്തായിരുന്നു അത്? ഐ വുഡ് ഷേവ് ഡെയിലി. ഞാൻ ഡെയിലി എന്ത് ചെയ്യും? ഷേവ് ചെയ്യും. മുഖം നന്നായിട്ട് ഡെയിലി എന്ത് ചെയ്യും? ഫേസ് ഡെയിലി ഷേവ് ചെയ്യും. ആൻഡ് ഗ്രോ തിക്ക് മൊസ്റ്റാച്ച് ടു ലുക്ക് മോർ ഹാൻസം അല്ലേ? മൊസ്റ്റാച്ച് മീൻസ് എന്താ മക്കളെ? മീശ കട്ടിയില്ലാത്ത, അന്നത്തെ ഒരു ഫാഷൻ അതായിരുന്നു അല്ലെ? പണ്ട് കാലത്തുള്ള ഫാഷൻ എന്തായിരുന്നു? കട്ടിയില്ലാത്തൊരു മീശ അല്ലെ? അത് വെക്കും. എന്ത് ചെയ്യും? എന്നിട്ട് ടു മോർ ഹാൻഡ്സ്, എന്നിട്ട് ഞാൻ ഒന്നും കൂടെ അങ്ങനെ ഗ്ലാമർ ആവും എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് കേട്ടോ. ഐ വാസ് ആഫ്റ്റർ ഓൾ ഐ എം എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. കാരണം ഞാനൊരു ബാച്ചിലറും ഡോക്ടറാണ്. ഇദ്ദേഹം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇദ്ദേഹം ഒരു തരം സെൽഫ് എസ്റ്റീം മനുഷ്യനാണ് കേട്ടോ. നമ്മുടെ ഗ്ലാമറിലാണെങ്കിലും ഓവർ ആവരുത് പറഞ്ഞിട്ട് ചില ആളുകൾക്ക്
സ്വന്തം ഗ്ലാമറിലും ഒരു ഓവർ അഡ്മിയറും ഒരു ഓവർ പൊങ്ങച്ചും സ്വയം അവനാൻ്റെ ഗ്ലാമറിനെ കുറിച്ചുമൊക്കെ ഞാനൊരു സംഭവമാണ് എന്നൊക്കെ സ്വയം ഇങ്ങനെ കണ്ണാടിയൊക്കെ നോക്കിയിട്ടില്ലേ. അത് മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ യങ് ആയിട്ടുള്ള നിങ്ങളുടെ മാരീഡ് ആയിട്ടില്ലാത്ത ജ്യേഷ്ഠന്മാരൊക്കെ ഭയങ്കര ലുക്കിലായിരിക്കും നടക്കുക അല്ലേ. അവർ ഭയങ്കര ഗ്ലാമറിലായിരിക്കും. ഒരു 20 ഒരു 20 to 26 28 വയസ്സിലൊക്കെ ഉള്ള ജ്യേഷ്ഠന്മാരൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അവരെങ്ങനെയായിരിക്കും ഭയങ്കര ഹാൻഡ്സമായിട്ട് ലുക്കായിട്ട് ഈ പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കും നടക്കുക കേട്ടോ. അപ്പൊ ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് ബാച്ചിലർ ഡോക്ടർ, ഞാനൊരു ബാച്ചിലർ ഡോക്ടർ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. അദ്ദേഹം ഒരു ഓവർ സെൽഫ് എസ്റ്റീമിന്റെ ഒക്കെ ഒരാളാണ് കേട്ടോ. അതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. ഞാൻ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും അദ്ദേഹം കണ്ണാടിയിലോട്ട് നോക്കുകയാണ്. സ്മൈൽഡ്, എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. വളരെ ആകർഷകമായിട്ടുള്ള ഒരു സ്മൈലായിട്ട് തോന്നുകയാണ് അദ്ദേഹത്തിന് അത് കേട്ടോ. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഭൂമി കുലുങ്ങുന്ന രീതിക്കുള്ള ഒരു ഡിസിഷൻ എടുത്തു. ഇതൊക്കെ അദ്ദേഹം ഒരു സർക്കാസമായിട്ട് പറയാട്ടോ, കളിയാക്കിക്കൊണ്ട് പറയാണ് അതൊക്കെ കേട്ടോ. എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ, ഞാൻ ഒരു ഡിസിഷൻ ഓൾറെഡി എടുത്തു, ഇനി ഒന്നും കൂടെ ഭൂമി പിടിച്ചു കുലിക്കുന്ന ഒരു ഡിസിഷനും കൂടെ അദ്ദേഹം എടുക്കുകയാണ്, തീരുമാനം. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. അതാണ് ആ മറ്റേ ഡിസിഷൻ. എന്താണ്, ഞാൻ എൻ്റെ ഫേസിൽ എപ്പോഴും ഈ ചിരി ഇങ്ങനെ കാണിക്കും. ഈ ചിരി ഇങ്ങനെ എപ്പോഴും എൻ്റെ ഫേസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി മുതൽ ശ്രമിക്കും എന്നുള്ളതാണ് അടുത്ത ഡിസിഷൻ അല്ലേ. ഭയങ്കര റിസ്ക് അല്ലേ എപ്പോഴും ചിരിക്കാന്ന് പറഞ്ഞാൽ. ടു ലുക്ക് മോർ ഹാൻസം. എന്തിനു വേണ്ടിയിട്ടാണ്, ഒന്നും കൂടെ ഹാൻസം ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മൈലി കീപ്പ് ചെയ്യുന്നത്. ചിരിച്ചാൽ എല്ലാവരും ഭംഗിയല്ലേ കാണാൻ, അത് തന്നെയാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചലർ. എന്താണ്, I was after all a bachelor and a doctor too. On the top of it again came that noise from the above. അല്ലെ, എന്താണ് ഇവിടെ വീണ്ടും അദ്ദേഹം പറയാണ്, ഞാനൊരു ബാച്ചിലറും ഡോക്ടറും അല്ലേ, അപ്പൊ എന്താ ഞാൻ ഈ പറഞ്ഞ മാതിരി ഹാൻസം ആയിട്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കും. റിപ്പീറ്റ് ചെയ്ത് അത് വീണ്ടും വീണ്ടും പറയുന്നത് അദ്ദേഹത്തിന്റെ സെൽഫ് എസ്റ്റീമിന്റെ മുകളിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പൊങ്ങച്ചാട്ടോ ആ കാണുന്നത്. ഓക്കെ, അതാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനുഷ്യന് അത്രത്തോളം അഡ്മിയർ ആവരുത് എന്നായിരിക്കാം മേ ബി. ഓക്കെ, അഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. വീണ്ടും അവിടുന്ന് ആ ശബ്ദം, മുകളിൽ നിന്നും ആ ശബ്ദം അദ്ദേഹം കേട്ടു. ഐ ഗോട്ട് അപ്പ്, ഞാൻ എണീറ്റു. ലിറ്റ് എ ബീഡി. എന്താണ്, ഒരു ബീഡി കത്തിച്ചു. ലിറ്റ് മീൻസ് കത്തിക്കുക. ബീഡി ഇല്ലേ, പണ്ടത്തെ കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ഇലയൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഒരു ബീഡിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല അല്ലേ. അപ്പൊ ഒരു ബീഡി കത്തിച്ചു. ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അതിനാണ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബീഡി കത്തിച്ച് ഇങ്ങനെ നടന്നു കേട്ടോ. the room. Then another lovely thought struck me. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കത്തിച്ച് നടന്നപ്പോഴേ ആളുടെ മൈൻഡില് മറ്റൊരു വളരെ ലവ്ലി ആയിട്ടുള്ള, വളരെ ഇഷ്ടമുള്ള മറ്റൊരു തോട്ട് സ്ട്രക്ക് മീ. അദ്ദേഹത്തിന്റെ മൈൻഡിൽ സ്ട്രക്കായിട്ടോ അദ്ദേഹത്തിന്റെ മൈൻഡിൽ അടുത്തൊരു തോട്ട് വന്നു. ഐ വുഡ് മാരി. ഞാൻ എന്ത് ചെയ്യണം, ഒരു മാരേജ് ഒക്കെ കഴിക്കണം. അത് അടുത്ത് നല്ല തീരുമാനം അല്ലേ. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെന്റി ഓഫ് മണി. വെറും ഒരു മാരീഡ് അല്ല, മാരീഡ് എ വുമൺ ഡോക്ടറെയാണ് അല്ലേ. ഒരു ഡോക്ടർ ലേഡിയാണ് മാരേജ് ചെയ്യുക. അതും എങ്ങനെ, പ്ലെന്റി ഓഫ് മണി, ഇഷ്ടം പോലെ പൈസയുള്ള അല്ലേ, ഇഷ്ടം പോലെ പൈസയുള്ള ഒരു ഡോക്ടർ ലേഡിയാണ് ആൾ മാരേജ് ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നത്. ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. വെറുതെ ഒന്നും പോരാ, ഇയാളെ പോലെ തുടക്കക്കാരൊന്നല്ല, നല്ല അടിപൊളി മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള വ്യക്തിയാണ്, നല്ല മെഡിക്കൽ പ്രാക്ടീസ്. അപ്പൊ എന്ത് ചെയ്യാം, ഇയാൾക്കും നൈസായിട്ട് പോയിട്ട് അവിടെ ഒപ്പിച്ചിട്ട്, ഇയാൾ തുടക്കക്കാരനാണല്ലോ, അപ്പൊ ഇയാൾക്കും അവിടെ സെറ്റ് ആവാമല്ലോ അല്ലെ, ആളുടെ കൂടെ കൂടിയിട്ട്. അതുകൊണ്ട് തന്നെ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള, നല്ല പോലെ പൈസയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലേഡി ഡോക്ടറെയാണ് മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. അത് ആ വ്യക്തി എന്താണ്, നല്ല തടി ഉണ്ടാവണം, നല്ല തടിയുള്ള വ്യക്തിയാണ്. ഫോർ എ വാലിഡ് റീസൺ. അതിനൊരു വാലിഡ് ആയിട്ടുള്ള, ഒരു വ്യക്തമായ, ഒരു യുക്തിപരമായിട്ടുള്ള ഒരു കാരണമുണ്ട്. റീസൺ മീൻസ് കാരണം. വാലിഡ് മീൻസ് എന്താ, വളരെ യുക്തിപൂർവ്വം ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം അതിനുണ്ട്. തടി വേണമെന്ന് പറയാൻ കാരണം എന്താണ്, ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക്. ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ I needed to run away. ഞാൻ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടുന്ന് ഓടിപ്പോവും. ഓക്കെ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. ഞാൻ അവിടുന്ന് ഓടിപ്പോകുമ്പോൾ അവൾ എന്നെ വന്നിട്ട് പിന്നാലെ വന്നിട്ട് ഓടിപ്പിടിക്കാനും പാടില്ല. ഐ മീൻ തടി കാരണം ഇയാൾ ഓടുമ്പോൾ തടിയുള്ള ഒരു ലേഡിയാണെങ്കിൽ ഇയാളെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയൂല എന്ന് ഒക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര കോമിക്കലി ആണ് ബഷീർ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പോൾ അടുത്ത അയാളുടെ തോട്ട് കേട്ടോ. ഒരു മാരേജ് ചെയ്യുന്നതും ലേഡി ഡോക്ടർ, വളരെ പൈസയൊക്കെ ഉള്ള, നല്ല പ്രാക്ടീസൊക്കെ ഉള്ള, നല്ല തടിയുള്ള ഒരു ലേഡി ഡോക്ടർ മാരേജ് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന് ഇപ്പൊ മൈൻഡിൽ വന്ന ചിന്ത. ഓക്കെ,
With such thoughts in my mind, I resumed my seat in the chair in front of the table. അല്ലെ, resumed means എന്താണ് മക്കളെ? ഈ ഒരു ചിന്തകളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും ആ ഒരു ടേബിളിന്റെ ഫ്രണ്ടിലുള്ള അദ്ദേഹത്തിന്റെ ചെയറിന്റെ സീറ്റിൽ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു മക്കളെ? വീണ്ടും ആ ചെയറിൽ സീറ്റ് ഉറപ്പിച്ചു കേട്ടോ. വീണ്ടും അവിടെ ഇരുന്നു. There were no more sound from above. ഇപ്പൊ മുകളിൽ നിന്നും ഒരു സൗണ്ടും വരുന്നില്ല. ഓക്കെ, സഡൻലി, പെട്ടെന്ന്, എന്താണ് പെട്ടെന്ന്? സഡൻലി മീൻസ് പെട്ടെന്ന്. There came a dull thud as if a rubber tube had fallen to the ground. എന്താണ്? പെട്ടെന്ന് അവിടെ നിന്ന് എന്ത് വന്നു? ഒരു ഡൾ തണ്ട് വന്നു. ഡൾ തണ്ട് മീൻസ് ഒരു മുഷിഞ്ഞ ഒരു വലിയൊരു ശബ്ദം. ആസ് ഇഫ് എ റബ്ബർ ട്യൂബ്. എന്താണ്? ഒരു റബ്ബർ ട്യൂബ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ട്യൂബ് കണ്ടിട്ടില്ലേ? റബ്ബർ പോലെയുള്ള ട്യൂബ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു ടയറിന്റെ ഒക്കെ റബ്ബർ ട്യൂബ് എന്ന് ഊഹിച്ചാൽ മതി കേട്ടോ. ഹാഡ് ഫോളൻ ഇൻ ടു ദ ഗ്രൗണ്ട്. താഴോട്ട് വന്നിട്ട് ഒരു ഒറ്റയടിക്ക് അങ്ങ് പതിച്ചു. ഓക്കെ, ഷുവർലി നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. ഉറപ്പാണ്, ഞാൻ പേടിക്കാൻ മാത്രമൊന്നുമില്ലാന്ന് ഉറപ്പാണ് എന്നാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട്, ഐ ടേക്ക് എ ലുക്ക്. അല്ലെ, ഞാനിങ്ങനെ തിരിയണമെന്ന് ഞാൻ ചിന്തിക്കാൻ നോക്കുകയാണ്. അല്ലെ, എന്താണ്? ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. ഞാൻ നോക്കണം എന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ നോക്കണം എന്ന് ചിന്തിക്കാൻ നിൽക്കുമ്പോൾ നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ. എന്താണ്? ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? ഒരു സ്നേക്ക് ആ ചെയറുമ്പോൾ കൂടെ ഇങ്ങനെ പെട്ടെന്ന് കയറിയിട്ട്, റിഗിൾഡ് മീൻസ് എന്താണോ? സ്നേക്കിന്റെ മൂവ്മെന്റിനാണ് റിഗിൾഡ് എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയുള്ള ആ മൂവ്മെന്റ് ഇല്ലേ, അങ്ങനെ പുളഞ്ഞിങ്ങോട്ട് കയറുക കേട്ടോ. ബാക്ക് ഓഫ് ദ ചെയറിലൂടെ പുളഞ്ഞിങ്ങോട്ട് കയറിയിട്ട് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് നടന്ന കേട്ടോ. ആ സൗണ്ട് കേട്ടപ്പോൾ അയാൾ ഇപ്പോൾ അതാ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചെയറിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അല്ലെ. സൗണ്ട് കേട്ടപ്പോൾ അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ സ്നേക്ക് ഇങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ വന്നിട്ട് അങ്ങ് ഇരുന്നു. ഓക്കെ, The snakes landing on me. The snakes landing on me. പാമ്പിന്റെ എൻ്റെ മുകളിലുള്ള ആ ലാൻഡിങ് ആൻഡ് മൈ ടേണിങ് വെർ സ്റ്റിമുലേറ്റേഴ്സ്. എന്താണ്? ഞാൻ തിരിയുന്നതും, മൈ ടേണിങ് മീൻസ് എന്താണ്? എൻ്റെ തിരിയലും പാമ്പിന്റെ കയറിയുള്ള ഇരുത്തവും വെർ സൈമുൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരേ സമയത്ത് രണ്ട് പ്രവൃത്തി നടക്കൂല, അതിനാണ് അത് യൂസ്. ഒരേ സമയത്താണ് ഇത് രണ്ടും നടന്നത്. ഞാൻ തിരിഞ്ഞതും പാമ്പ് കയറിയിരുന്നതും എന്താണ്? സൈമുൾട്ടേനിയസ് മീൻസ് ഒരേ സമയത്താണ് നടന്നത്. ക്ലിയർ? ഐ ഡിഡ്ന്റ് ജംപ്. ഞാൻ ചാടിയിട്ടില്ല. I didn't jump. ഞാൻ ചാടിയില്ല അല്ലെ. I didn't tremble. ഞാൻ വിറച്ചതുമില്ല. I didn't cry out. ഞാൻ ഉറക്കെ കരഞ്ഞതുമില്ല. There was no time to do any such a thing. ഇതൊന്നും ചെയ്യാനുള്ള ടൈം അവിടെ ഇല്ലായിരുന്നു. The snake slithered along my shoulder. സ്നേക്ക് എന്ത് ചെയ്യാണ്? ഇയഞ്ഞു കയറാണ് അദ്ദേഹത്തിന്റെ ഷോൾഡറിലോട്ട്, ഷോൾഡറിന്റെ ഇങ്ങോട്ട്. ഓക്കെ, ആൻഡ് കോയിൻഡ് റൗണ്ട് മൈ ലെഫ്റ്റ് ഹാൻഡ്. അങ്ങനെ കയറിയിട്ട് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ചെയ്ത് മക്കൾ എന്താണ്? ഇങ്ങനെ ചുറ്റിയാണ് കേട്ടോ. കോയിൽഡ് ചെയ്യാണ്. എന്ത്? മൈ ലെഫ്റ്റ് ഹാൻഡ് എബോ എൽബോ. മുട്ട് വരെ എന്ത് ചെയ്തു? ഇങ്ങനെ ചുറ്റി 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 മുട്ട് വരെ അങ്ങ് ചുറ്റി അങ്ങ് ഇരുന്നു ആള് കേട്ടോ. The hood was spread. അതിന്റെ പത്തിലെ, ഹുഡ് മീൻസ് എന്താ മക്കളെ? പത്തിയുടെ. സ്ലിതേർഡ് മീൻസ് ആ മൂവ്മെന്റ് ആണ് കേട്ടോ, ഇയയുക എന്നൊക്കെ അർത്ഥത്തിലാട്ടോ. അതിന്റെ പത്തി എന്ത് ചെയ്തു? hood was spread out and its head was hardly 3 or 4 inches from my face. അല്ലെ, അതിന്റെ ഫേസിൽ നിന്നും ഒരു 4 or 3 ഇഞ്ചിന്റെ ഗ്യാപ്പിൽ അതിന്റെ ഹൂഡ് ഇങ്ങനെ പടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ, മനസ്സിലായില്ലേ? ഇത് ഫേസ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അതിങ്ങനെ കൈമങ്ങനെ ചുറ്റി വലിഞ്ഞിട്ട്. ഓക്കെ, ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സാറ്റ് ദർ ഹോൾഡിങ് മൈ ബ്രീത്ത്. അല്ലെ, എനിക്ക് എൻ്റെ ബ്രീത്ത് പോലും എടുക്കാൻ കഴിയുന്നില്ലായിരുന്നു അല്ലെ. അതുവരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നർത്ഥം അല്ലെ. ഐ വാസ് ടേൺ ടു സ്റ്റോൺ. എങ്ങനെയായിരുന്നു മക്കളെ? ഞാനൊരു കല്ലായി മാറിയിട്ടുണ്ടായിരുന്നു. എന്തായി മാറിയിട്ടുണ്ട്? ഐ ടേൺഡ് ടു, മാറുക അല്ലെ, ടു എ സ്റ്റോൺ. ഒരു പാറ കല്ലായി മാറിയിട്ടുണ്ടായിരുന്നു. ബ്രീത്ത് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്ക് കല്ലായിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് നിൽക്കായിരുന്നു അല്ലെ. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. പക്ഷെ എൻ്റെ മൈൻഡ് ഉണ്ടല്ലോ ഒരുപാട് ചിന്ത കൊണ്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് ചിന്തിക്കായിരുന്നു. ദ ഡോർ ഓപ്പൺ ഇൻ ടു ഡാർക്ക്നെസ്. പുറത്തെന്തായാലും നൈറ്റിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഡോർ ഓപ്പൺ ഇൻ ടു ഡാർക്ക്നെസ്. ഡോർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇരുട്ടിലോട്ട് ഇങ്ങനെ
തുറന്നു വെച്ചിട്ടുണ്ട്. ദ റൂം വാസ് ഫില്ലഡ് വിത്ത് ഡാർക്ക്നെസ്. റൂം എന്ത് ചെയ്തു? ഇരുട്ടുകൊണ്ട് മൂടി. അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇരുട്ടുകൊണ്ട് മൂടി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ആ പേടിയാണ് കേട്ടോ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണ് മൊത്തം ഇരുട്ട് കയറിയിട്ടുണ്ട് പേടിച്ചിട്ട് കേട്ടോ. സോ ദ റൂം വാസ് ഫില്ലഡ് വിത്ത് ഡാർക്ക്നെസ്. റൂം ഫുൾ എന്തായിരുന്നു മക്കളെ? ഇരുട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ്, എന്താണ് ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ്? ആ ലാമ്പിന്റെ ലൈറ്റില് I sat there like a stone image in the flesh. ഫ്ലഷ് പറഞ്ഞാൽ എന്താ? ഇറച്ചി അല്ലെ? ഇറച്ചി ഉള്ളൊരു ഇമേജ് മീൻസ് എന്താ? ഒരു മാംസമാണ്, പക്ഷെ എന്താണ്? ഒരു കല്ല് പോലെ നിൽക്കുന്ന ഒരു മാംസത്തെയാണ് ഞാൻ ആ ഒരു ലൈറ്റിൽ കാണുന്നത്. മീൻസ് അദ്ദേഹം ഒരു 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 ഇറച്ചി ഉള്ള ഒരു മനുഷ്യൻ എന്തായാലും കല്ല് പോലെ അങ്ങനെ നിൽക്കാന്ന് അല്ലേ? ഒരു പച്ച ഇറച്ചിയുള്ള മനുഷ്യൻ ഇങ്ങനെ കല്ല് പോലെ നിൽക്കാന്നൊക്കെ പറയില്ല, ആ ഡയലോഗാണ് കേട്ടോ അത്. ഒരു ഫ്ലഷ് എങ്ങനെ നിൽക്കാണ്? സ്റ്റോൺ ഇമാജ് ആയിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഇതിലിങ്ങനെ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് ആ ലൈറ്റിൽ ഇങ്ങനെ, ആ ലൈറ്റിന്റെ ഇതിലിങ്ങനെ അദ്ദേഹം കാണുന്നത്. ക്ലിയർ? I felt then the great presence of the creator of this world. ഇപ്പോഴാണ് എല്ലാ ചിന്ത അങ്ങ് പോയി, ദൈവത്തിന്റെ ചിന്ത വന്നു കേട്ടോ. ഇപ്പൊ എന്തായി? ഡോക്ടറാണെന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ ഞാനൊരു ബാച്ചിലറാണ്, സുന്ദരനാണ്, ഡോക്ടറാണ്, അതൊക്കെ അങ്ങ് പോയി. ഇപ്പൊ മൈൻഡിൽ വെറും എന്തുള്ളൂ മക്കളെ? ക്രിയേറ്റർ. ആരാണ് ക്രിയേറ്റർ മക്കളെ? ഗോഡ് അല്ലേ? നമ്മുടെ ക്രിയേറ്റർ, നമ്മളെ ക്രിയേറ്റ് ചെയ്ത വ്യക്തി, നമ്മളെ ക്രിയേറ്റർ ആരാണ്? ദൈവമാണ് അല്ലേ? I felt then the great presence of the greater in this world. ഇപ്പൊ അദ്ദേഹത്തിന് വെറും ആരുടെ ഒരു പ്രസൻസേ ഫീൽ ചെയ്യുന്നുള്ളൂ? ദൈവത്തിന്റെ. പേടിച്ചിട്ട് ദൈവത്തിനെ വിളിക്കുകയാണ്. ഇപ്പൊ ദൈവത്തിന്റെ പ്രസൻസ് മാത്രമേ അയാളുടെ മൈൻഡിൽ വരുന്നുള്ളൂ കേട്ടോ. കുറച്ചു മുമ്പ് വരെ അങ്ങനെ ആയിരുന്നോ? അല്ലല്ലോ. ആൻഡ് ദിസ് യൂണിവേഴ്സ് അല്ലെ, ഈ വേൾഡിനെ, ഈ ഒരു ലോകത്തേക്ക് സൃഷ്ടിച്ച ആ ഒരു ദൈവത്തിനെ മാത്രമുള്ള ഇപ്പൊ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഗോഡ് വാസ് ദേർ. ഗോഡ് അവിടെ ഉണ്ടായിരുന്നു. എന്ത്? ദൈവം അവിടെ ഉണ്ടായിരുന്നു. സപ്പോസ് ഐ സെഡ് സംതിങ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ചിലപ്പോ, സപ്പോസ് മീൻസ് ചിലപ്പോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിന് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെ? ഇപ്പോഴാണ് ചിന്തിക്കുന്നത് പറഞ്ഞ കുറച്ച് ഓവറായി പോയോ, 2-3 അങ്ങൊന്ന് ഡോക്ടറാണ്, ബാച്ചിലറാണ്, ബ്യൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അപ്പോ സപ്പോസ് ഐ സെഡ് സംതിങ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ചിലപ്പോൾ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് in bright letters outside my little head the words God. ഇപ്പൊ മൈൻഡ് ഫുള്ള് ഗോഡ് എന്ന് മാത്രമേ. അത് എന്ത് ട്രൈ ചെയ്യാണ്? മൈ ഇമാജിനേഷൻ, എൻ്റെ ഇമാജിനേഷനിൽ ടു റൈറ്റ് എ ബ്രൈറ്റ് ലെറ്റർ, വലിയൊരു അക്ഷരത്തിൽ നല്ല തെളിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ അദ്ദേഹം എഴുതുകയാണ് മക്കളെ. ഓ ഗോഡ്, ഓ ഗോഡ്, ഓ ഗോഡ്, ദൈവമേ 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 കാത്തോളേ എന്ന് ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ ഇപ്പൊ മൈൻഡില്. ഓക്കെ. There was some pain in my left arm. അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡിൽ എന്ത് ചെയ്തു? പെയിൻ ആയി തുടങ്ങി. അവിടെയാണല്ലോ നമ്മുടെ സ്നേക്ക് ഉള്ളത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡിന് പെയിൻ, വേദന ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇറ്റ് വാസ് ഈഫ് എ തിക്ക് ലെഡൻ റോഡ്. എന്താണ്? എങ്ങനെയാണ് തോന്നുന്നത്? 2 രീതി കൈയൊക്കെ തൂങ്ങാണ്. ഒരു വലിയൊരു വടി വെച്ചിട്ട്, ലെഡൻ റോഡ് മീൻസ് ഒരു ഈയത്തിന്റെ വടിയാണ് ഉള്ളത് പോലെ തോന്നുന്നു. നോ, റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൻ ഫയർ. എന്താണ്? ഒരു ഉരുകിയ തീ എന്ന് പറയുന്ന ഒരു മോൾട്ടൻ ഫയർ ആണോ? ഇത് രണ്ടും ആണോ? എന്തൊക്കെയാന്ന് തോന്നുകയാണ് അല്ലെ? ഇത് മീൻസ് ഇറ്റ് വാസ് എ തിക്ക് ലാഡർ റോഡ് ഓർ അല്ല റോഡ് മെയ്ഡ് ഓഫ് ദ മോൾട്ടൻ ഫയർ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അല്ലെ? ഇങ്ങനെ ഇത് രണ്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? ഇങ്ങനെ എന്തൊക്കെയോ ഉള്ള പോലെ, അത്രയും ഒരു ഇതുള്ള പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. അങ്ങനെ ഒരു വെയിറ്റ് അദ്ദേഹത്തിന്റെ കൈമേൽ വെച്ച പോലെ തോന്നുകയാണ് കേട്ടോ. സ്ലോവിലി ആൻഡ് പവർഫുള്ളി, വളരെ പതുക്കെ എന്നാലും വളരെ പവർഫുൾ ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ക്രഷിങ് ചെയ്യാണ് മൈ ഹാൻഡ് അല്ലെ? ക്രഷ് ചെയ്യുക, എങ്ങനെ ഞെരിക്കുക കേട്ടോ, ഇങ്ങനെ ഞെരിച്ച് തകർക്കുക അറിയില്ലേ? അതിനാണ് ക്രഷ് ചെയ്യുക കേട്ടോ. ക്രഷ് ചെയ്യാണ് അദ്ദേഹത്തിന്റെ ഹാൻഡ്. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രൈൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത് അല്ലെ? അത് അദ്ദേഹത്തിന്റെ ആരോഗ്യം ഫുള്ള് ഇങ്ങനെ വറ്റിച്ച് കളഞ്ഞു. മീൻസ് ഉടക്കാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ശക്തി ഇങ്ങനെ ഡ്രൈൻഡ് ആവാണ്, ഷെയ്ക്കാണ്. മീൻസ് ഡ്രൈ ആവൂലേ നമ്മൾ? ഡ്രൈൻഡ് അല്ലെ? ഇങ്ങനെ വറ്റിച്ച് കളയും മീൻസ് എന്താണ്? ശക്തി ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരിക കേട്ടോ. വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യും അല്ലെ? At my slightest movement the snake would strike me. ഒരു ചെറിയ, സ്ലൈറ്റസ്റ്റ് മീൻസ് ഒരു നേരിയ ചലനം, മൂവ്മെന്റ്, ഒരു നേരിയ ചലനം വരെ എന്റേത് എന്ത് ചെയ്യാം? ചിലപ്പം പാമ്പ് എന്നെ കൊത്തും. സ്ട്രൈക്ക് മീ, കൊത്തുക കേട്ടോ, അല്ലെങ്കിൽ കടിക്കുക. ഡെത്ത്
ലാർക്ക്ഡ് 4 inches. ലർക്ക്ഡ് മീൻസ് എന്താ മക്കളെ? പതുങ്ങിയിരിക്കുക അല്ലെ. മരണം എൻ്റെ ഒരു 4 ഇഞ്ച് അപ്പുറത്ത് എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. മരണം എൻ്റെ ഒരു 4 ഇഞ്ച് അപ്പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, ഒരു പക്ഷേ മേ ബി സപ്പോസ് ഒരു പക്ഷെ അതെന്നെ കടിക്കുകയാണെങ്കിൽ, സ്ട്രൈക്ക് മീൻസ് എന്നെ കൊത്തുക അല്ലെങ്കിൽ കടിക്കുകയാണെങ്കിൽ, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്, എന്ത് മെഡിസിനാണ് ഞാൻ എടുക്കുക? There were no medicine in the room. ഈ റൂമിൽ ഒരു മെഡിസിനും ഇല്ല അല്ലേ. ഇത്രയും കുറച്ച് മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു ബാച്ചിലറാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ്. ഇപ്പോൾ ഒരു പാമ്പ് കടിക്കുകയാണെങ്കിൽ വരെ ഒരു മെഡിസിനും ഇല്ല എന്ന് ചിന്തിക്കുകയാണ് അല്ലേ. ഐ വാസ് ബട്ട് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ അല്ലേ. ഇപ്പൊ അദ്ദേഹം ഒന്ന് സ്വയം തിരുത്തി അല്ലേ. ഒരു നിമിഷം മതി മനുഷ്യനെ തിരുത്താൻ അല്ലേ, ചിന്തകൾ തിരുത്താൻ അല്ലേ. അപ്പൊ എന്താണ് ഇപ്പൊ പറയുന്നത്? എന്താണ്? ഞാനൊരു ഫൂളിഷ് സ്റ്റുപ്പിഡ് പുവർ ഡോക്ടറാണ് അല്ലേ. പാവപ്പെട്ട വിഡ്ഢിയായിട്ടുള്ള പരമവിഡ്ഢിയായിട്ടുള്ള ഒരു ഡോക്ടറാണെന്നാ പറയുന്നത്. ഐ ഫോർഗെറ്റ് മൈ ഡേഞ്ചർ, ഞാൻ എൻ്റെ ഡേഞ്ചർ സിറ്റുവേഷൻ അങ്ങ് മറന്നിട്ട് സ്മൈൽഡ് ഫീബിലി അറ്റ് മൈസെൽഫ്. ഫീബിലി സ്മൈൽ ചെയ്യില്ല മക്കളെ, വളരെ ദുർബലമായിട്ട് ആ ഒരു അവസ്ഥയിലല്ലേ. ആ അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ പറയും ഈ സൈക്കിൾമെന്നൊക്കെ വീണ് കഴിയുമ്പോൾ സൈക്കിൾമെന്ന് വീണ ചിരി എന്നൊക്കെ പറയാറുണ്ട് ചില നാട്ടിൽ അല്ലേ. ഒരു തരം ഒന്നൊന്നര ചിരി അല്ലേ. അദ്ദേഹത്തിൻ്റെ അവസ്ഥയും ആദ്യം ഭയങ്കര സംഭവമാണ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അദ്ദേഹത്തിന് സ്വയം ഒരു വിഡ്ഢിയായിട്ടുള്ള ഡോക്ടറായിട്ട് അങ്ങനെ തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുച്ഛച്ചിരിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രത്യേക സ്മൈലാണ് കേട്ടോ അദ്ദേഹം ഇപ്പം ചിരിക്കുന്നത്. ആൻഡ് മൈ ഡേഞ്ചർ, അത് ആ ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ മറന്നിട്ട് അയാൾ അറിയാതെ അയാളുടെ മൈൻഡിൽ അങ്ങനെ ഒരു സ്മൈൽ, അങ്ങനെ ഒരു ചിരി അദ്ദേഹം പതുക്കെ ഒന്ന് എന്ത് ചെയ്തു? ഫീബ്ലി അറ്റ് മൈസെൽഫ്, സ്വയം അങ്ങനെ ഒന്ന് ദുർബലമായിട്ടുള്ള ഒരു ചിരി ചിരിച്ചു കേട്ടോ. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. അദ്ദേഹം ഇപ്പൊ കാണുകയാണ് ഗോഡ് ആ ചിരി എന്ത് ചെയ്തു? ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. ഗോഡിന് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കാണ് കേട്ടോ. അദ്ദേഹത്തിന് ആ ഇതും അതിന് ശേഷം അപ്പൊ അങ്ങനെ ചിന്തിച്ചല്ലോ, അദ്ദേഹം ഭയങ്കര ഡോക്ടറാണ്, ഞാനൊരു ബാച്ചിലർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ അദ്ദേഹം ആ പുച്ഛച്ചിരി തിരിച്ചറിഞ്ഞിട്ട് ചിരിച്ചല്ലോ. അപ്പൊ ആ ചിരി ഗോഡ് എന്ത് ചെയ്തു? അപ്രീഷിയേറ്റ് ചെയ്തു. ദൈവം അത് അഭിനന്ദിച്ച പോലെ അദ്ദേഹത്തിന് തോന്നി. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. സ്നേക്ക് എന്ത് ചെയ്തു മക്കളെ? ടേൺ ചെയ്യാണ്. അതിന്റെ ഹെഡ് എന്ത് ചെയ്തു? ഒന്നിങ്ങോട്ട് ടേൺ ചെയ്തു. ആ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ, എന്ത് ചെയ്തു? ആ മിററിലോട്ട്, കണ്ണാടിയിലോട്ട് നോക്കി. സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ, അവിടെ എന്തുണ്ടായിരുന്നു? അതിന്റെ തന്നെ മുഖമുണ്ടായിരുന്നു. ഐ മീൻ അതിന്റെ തന്നെ പ്രതിബിംബം. കണ്ണാടിയിലോട്ട് നോക്കിയപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? ആ പാമ്പിന്റെ തന്നെ റിഫ്ലക്ഷൻ, അതിന്റെ തന്നെ പ്രതിബിംബം ഉണ്ടായിരുന്നു. ഐ ഡി നോട്ട് ക്ലൈം ദാറ്റ്, ഞാനത് ഉറപ്പിച്ച് പറയല്ല. ഇറ്റ് വാസ് ഫസ്റ്റ് എ സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ. ആദ്യമായിട്ടായിരിക്കും ഒരു പാമ്പ് അതിന്റെ മുഖം അതിന്റെ കണ്ണാടിയിൽ നോക്കുന്നതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയല്ല, പക്ഷെ ആദ്യമായിട്ടായിരിക്കാം എന്ന് പറയാൻ കേട്ടോ. ബട്ട് ഇറ്റ് വാസ് എ സർട്ടൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പക്ഷെ എന്താണ്? അതെന്ത് ചെയ്യാണ് മക്കളെ? അത് ആ സ്നേക്ക് എന്ത് ചെയ്യാണ്? അതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്ത്? അതിന്റെ പ്രതിബിംബം. വാസ് ഇറ്റ് അഡ്മിയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? അത് അതിന്റെ ബ്യൂട്ടിയിൽ മയങ്ങിപ്പോയോ? ആദ്യം നമ്മുടെ ഇയാൾക്ക് പറ്റിയ അബദ്ധേ, ആ അബദ്ധാണോ എന്ന് ചോദിക്കുകയാണ്. അതിന്റെ ബ്യൂട്ടിയിൽ അത് മറന്നുപോയോ? വാസ് ഇറ്റ് ട്രൈയിങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് എ മൊസ്റ്റാച്ച് or using eyeshadow or mascara or wearing a vermilion spot on this forehead? ഇയാൾ ചിന്തിക്കുകയാണ്, വാസ് ഇറ്റ് ട്രൈയിങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. എന്നെ പോലെ അദ്ദേഹത്തെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അല്ലേ, മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുകയാണോ? എന്തിനെ കുറിച്ച്? അബൌട്ട് ഗ്രോയിങ് എ മൊസ്റ്റാക്ക് അല്ലേ. അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ അല്ലെ നേരത്തെ, ഒരു കട്ടിയില്ലാത്ത മീശ വെക്കുക. യൂസിങ് ഐഷാഡോ അല്ലേ, ഐഷാഡോ ഇടുക. ആൻഡ് മസ്കാരോ അല്ലേ, മസ്കാര ഐഷാഡോ ഒക്കെ ലേഡീസിന് ഗേൾസിന് അറിയാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെ. കണ്ണും പെടുന്നതാണ് മസ്കാരയും ഐഷാഡോ ഒക്കെ അല്ലെ. ഓർ വിയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഹിസ് ഫോർഹെഡ്. എന്താണ് ഈ വെർമിലിയൻ സ്പോട്ട് മക്കളെ? സിന്ദൂരം അല്ലെ. വെർമിലിയൻ സ്പോട്ട് പറഞ്ഞാൽ സിന്ദൂരം ഇടുന്ന സ്പോട്ട് അല്ലെ. ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനവും ഐഷാഡോയാണോ, മസ്കാരയാണോ, മസ്കാറ്റ് എടുക്കാൻ, അതുപോലെ മീശ വെക്കാനാണോ, വളർത്താനാണോ, എന്താ ഡിസിഷൻ ആണോ? ആ കണ്ണാടി നോക്കിയിട്ട് എടുക്കാൻ പോവുകയാണോ, അതൊക്കെ തീരുമാനിക്കുകയാണോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് കേട്ടോ. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ അല്ലെ. ഈ ഒരു ടൈമിൽ എനിക്ക് ഒന്നും അറിയില്ല. വാട്ട് സെക്സ് വാസ് സ്നേക്ക്, അത് എന്താണ്? വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ, അതിന്റെ സെക്സ് ഏതാണ്? അത് ആണാണോ പെണ്ണാണോ? ഒന്നും അറിയില്ല. ഐ വിൽ നെവർ നോ ഫോർ ദ സ്നേക്ക് അൺബോൺ ഇറ്റ്സ് ഫ്രം മൈ ആം. എന്താണ്? ഐ വിൽ നെവർ നോ, എനിക്കൊന്നും അറിയില്ല.
ഫോർ ദ സ്നേക്ക് അൺവൗണ്ട് മീൻസ് എന്താ മക്കളെ, ആ ഒരു ടൈമിൽ അൺവൗണ്ട് പറഞ്ഞാൽ ഊരിപ്പോരാണ്. ഇറ്റ്സെൽഫ് സ്വയം, ഫ്രം ഐ ആം എന്ന് പതുക്കെ അത് അതിന്റെ കയ്യുമെന്ന് സ്വയം ഇങ്ങനെ ഊരിപ്പോരാണ്. ആൻഡ് സ്ലോവിലി പതുക്കെ, സ്ലിതേർഡ് പറഞ്ഞാൽ ഇയഞ്ഞ് നീങ്ങുക കേട്ടോ, ഇയഞ്ഞ് നീങ്ങുന്നതിനെ ഇയയുക എന്നാട്ടോ, ഇയയുക. ഓക്കെ, ഇയഞ്ഞ് നീങ്ങുന്നതിനാണ് സ്ലിതേർഡ് എന്ന് പറയാം കേട്ടോ. ഇൻ ടു മൈ ലാപ്പ്. എന്നിട്ട് അതിങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് കൈമെന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ മടിയിലെത്തി കേട്ടോ. ഫ്രം ദർ ഇറ്റ് ക്രബ്റ്റ് ഓൺ ടു ദ ടേബിൾ. ആ മടിയിൽ നിന്നും ഇങ്ങനെ ഊഹിച്ചാൽ മതി, ആളൊരു ചെയറിൽ ഇരിക്കായിരുന്നു, ഇവിടെ വന്നിരുന്നു, പാമ്പ് ഇങ്ങനെ നിന്നു, എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങി മടിയിൽ വന്നു, മടിയിൽ നിന്ന് നേരെ ഈ ടേബിളിലോട്ട് എന്ത് ചെയ്തു, ക്രബ്റ്റ് ഓൺ ടു പറഞ്ഞാലും ഇങ്ങനെ അരിച്ച് ഇയഞ്ഞ് കയറുന്നതിനാട്ടോ, ഇങ്ങനെ ഇയഞ്ഞ് കയറും അല്ലേ, ഇങ്ങനെ അങ്ങനെ കയറുന്നതിനാണ് ക്രബ്റ്റ് ഓൺ ടു ദ ടേബിൾ. അങ്ങനെ ടേബിളിലോട്ട് കയറി. മൂവ്ഡ് ടുവേർഡ്സ് ദ മിറർ. എന്തിൻ്റെ അടുത്തേക്കാണ് പോയത്, ആ കണ്ണാടിയുടെ അടുത്തേക്ക് പോയി. പെർഹാപ്സ് ഇറ്റ് വാണ്ട് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ കോട്ട്. ഒരു പക്ഷേ അതിനെന്ത് വേണമായിരിക്കും, ആസ്വദിക്കണം അതിൻ്റെ റിഫ്ലക്ഷൻ, അതിനെ തന്നെ അതിന്റെ പ്രതിബിംബം എങ്ങനെ ആക്കണം, എ ക്ലോസർ കോട്ട്. എങ്ങനെയാണ് മക്കളെ, വളരെ അടുത്ത് നിന്നിട്ട് അതിനൊന്ന് ആസ്വദിക്കണമായിരിക്കും. അതുകൊണ്ടായിരിക്കാം അത് ചിലപ്പം കണ്ണാടിയിലോട്ട് അടുത്തേക്ക് പോയത് എന്നാണ് പറയുന്നത്. ഐ വാസ് നോ മിയർ ഇമേജ് കട്ടിങ് ഇൻ ഗ്രാനൈറ്റ് അല്ലേ, ഐ വാസ് നോ മിയർ ഇമേജ് കട്ടിങ്. ഞാൻ എന്ത് ചെയ്തു, ഒരു എന്താ പറയുക, സ്റ്റോണ് പോലെയൊന്നുമുള്ള ഒരു ഇമേജ് അല്ല ഇപ്പോൾ. എന്താണ്, ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ്, ഞാൻ ആൻഡ് ബ്ലഡ് അല്ലേ, ഇറച്ചിയും ചോരയൊക്കെ ഉള്ള പെട്ടെന്നൊരു മനുഷ്യനായിട്ട് ഞാൻ മാറി. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രീത്ത്, ഞാൻ എൻ്റെ ബ്രീത്ത് എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്തു. ഐ ഗോട്ട് അപ്പ്, എണീറ്റു. ഫ്രം ദ ചെയർ, ചെയറിൽ നിന്ന്, ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ, ചെയറിൽ നിന്നും എണീറ്റു. ഐ ക്വിക്ക്ലി വെൻ ഔട്ട് ത്രൂ ദ ഡോർ ഇൻ ടു ദ വരാന്ത. എന്താണ്, ഓടിപ്പോയി വരാന്തയിലോട്ട് കേട്ടോ. ഫ്രം ദർ ഐ ലീപ്പ് ഇൻ ടു ദ യാർഡ്. വരാന്തയിൽ നിന്ന് എന്ത് ചെയ്തു, കുതിച്ചങ്ങ് ചാടി അങ്ങോട്ട് മിറ്റത്തോട്ട് ചാടും, ജീവനെ പേടിച്ച് ഓടല്ലേ മക്കളെ. അപ്പം മിറ്റത്തോട്ട് കുതിച്ച് ചാടി കേട്ടോ, ലെഫ്റ്റ് ഇൻ ടു എന്നൊക്കെ പറഞ്ഞ് കുതിച്ച് ചാടുക കേട്ടോ. ആ റൺ ഫോർ ഓൾ ഐ വാസ് വർത്ത് അല്ലേ, എന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ മാക്സിമം എന്ത് ചെയ്യാണ്, വെച്ച് പിടിച്ചിട്ട് ഓടുകയാണ് കേട്ടോ. കുതിച്ച് ചാടിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുക. ഓക്കെ, അപ്പൊ ഇതാണ് സാഹചര്യം. ഹോ അല്ലേ, ഒരു ആശ്വാസത്തിന്റെ നെടുവീർപ്പിന്റെ ഒരു ശബ്ദം കേട്ടില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു ആശ്വാസം കിട്ടില്ല, രക്ഷപ്പെട്ടില്ല. അപ്പൊ ഫോ ഈച്ച് ഓഫ് സം ഹീവിടെ സൈൻ ഓഫ് റിലീഫ് അല്ലെ, എല്ലാവരും ഒരു സമാധാനത്തിന്റെ നെടുവീർപ്പ് അങ്ങോട്ട് ഇട്ടു മക്കളെ. റിലീഫ് സമാധാനം, സൈൻ മീൻസ് ഹീവിടെ സൈൻ, ഒരു സമാധാനത്തിന്റെ നെടുവീർപ്പ് അങ്ങോട്ട് പുറത്തോട്ട് ഇട്ട് എല്ലാവരും. ഓൾ ഓഫ് ഈസ് ലിറ്റ് ബീഡീസ് അല്ലെ, അവരെല്ലാവരും എന്ത് ചെയ്തു, അതിന് ബീഡീസ് എന്ത് ചെയ്തു, അവരൊക്കെ ബീഡി കത്തിച്ചു. സംബടി ആസ്ക്ഡ്, എന്നിട്ട് ചോദിക്കണം ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്. അതൊരു ചോദ്യം അല്ലെ. പാമ്പൊക്കെ കഴിഞ്ഞു. ആ പാമ്പിന്റെ കഥയുടെ അടിയിൽ അദ്ദേഹം ഒരു കോമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അദ്ദേഹത്തിന് ഫാറ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം അല്ലേ. അപ്പൊ ഒരാൾ എടുത്തുടനെ ചോദിക്കാണ്, ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്, നിങ്ങൾ കല്യാണം കഴിച്ച നിങ്ങളുടെ ഭാര്യ തടിച്ചിട്ടാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. നോ, ദ ഡോക്ടർ സെഡ് നോ അല്ലെ. ഡോക്ടർ എന്താ പറഞ്ഞത്, അല്ല. ഗോഡ് വിൽഡ് അതർവൈസ്, ദൈവം മറ്റൊന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മൈ ലൈഫ് കമ്പാനിയൻ മീൻസ് എന്താണ്, ലൈഫ് കമ്പാനിയൻ മീൻസ് വൈഫ് കേട്ടോ, ഭാര്യ. ഇസ് എ തിൻ റീഡിയാണ് അല്ലെ. തിൻ റീഡി മീൻസ് എന്താണ്, വളരെ മെലിഞ്ഞ, റീഡി മീൻസ് വളരെ മെലിഞ്ഞിട്ടുള്ള ആളാണ്. പേഴ്സൺ വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ, എന്താണ്, ഒരു ഓട്ടക്കാരൻ്റെതായിട്ടുള്ള കഴിവുകൾ കിട്ടിയിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അല്ലെ. അപ്പൊ മെലിഞ്ഞിട്ട് നല്ല ഓടാനും വയ്ക്കുന്ന ഒരു വൈഫിനെ തന്നെയാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ തിൻ റീഡി പേഴ്സൺ വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ. സ്പ്രിന്റർ മീൻസ് ഒരു ഓട്ടക്കാരൻ്റെതായിട്ടുള്ള കഴിവുകൾ കിട്ടിയിട്ടുള്ള ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് കമ്പാനിയനെയാണ് ഡോക്ടർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, someone else asked, ചില ആളുകൾ എന്ത് ചെയ്തു, ചില ആളുകൾ ചോദിച്ചു, ഡോക്ടർ when you run did the snake follow you? നിങ്ങൾ ഓടിയപ്പോ ആ പാമ്പ് നിങ്ങളെ പിന്നാലെ ഓടി വന്നോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. പാമ്പ് നിങ്ങളെ ഫോളോ ചെയ്തോന്ന് അതറിയണല്ലോ അല്ലെ മക്കളെ. അതാണ് അടുത്ത ചോദ്യം. ദ ഡോക്ടർ റിപ്ലൈഡ്, ഡോക്ടർ പറഞ്ഞു, ഐ റൺ ആൻഡ് റൺ, ഞാൻ ഓടിയ ഓട്ടണ്ടല്ലോ, ഓടി 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 till I reached a friend's house, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടത്തോളം ഓടിയിട്ടുണ്ട് കേട്ടോ. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈസെൽഫ്. സ്മിയർഡ് പറഞ്ഞാൽ പുരട്ടുക കേട്ടോ, ശരീരം മുഴുവൻ പുരട്ടുകയാണ് ഓയിൽ. അവിടെ ചെന്നിട്ട് ഓൾ ഓവർ മൈസെൽഫ്, എൻ്റെ ബോഡി ഫുള്ള് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഓയിലൊക്കെ പുരട്ടി. പാമ്പ് നന്നായിട്ട് വലിഞ്ഞു മുറുകിയതല്ലായിരുന്നോ, അപ്പോൾ ഓയിലൊക്കെ പുരട്ടി ടുക്ക് എ ബാത്ത്. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ചെന്നിട്ടൊന്ന് കുളിച്ചു.
ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. എന്നിട്ട് ഞാൻ പുതിയ ഡ്രസ്സുകളൊക്കെ മാറ്റി. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം, അറ്റ് അബൌട്ട് 8:30 ഐ ടുക്ക് മൈ ഫ്രണ്ട്, അല്ലേ, അടുത്ത ദിവസം 8:30 ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ടിനെയും കൊണ്ടുവന്നു. ആൻഡ് 1 or 2 others to my room to move my things from there, അല്ലേ, ഒരു 2-3 ആളെയും കൂടെ കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിന്, ആ റൂമിൽ നിന്നുള്ള എൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി. ഇനി അവിടെ താമസിച്ചാൽ ശരിയാവില്ലല്ലോ മക്കളെ, അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ആ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ അവിടെ താമസിക്കാനാണെങ്കിലും റൂമിൻ്റെ ഉള്ളിൽ പാമ്പ് ഉണ്ടാവും എന്ന് അറിയണല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റിയൊക്കെ എല്ലാം അറിയാം. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 2 ആൾക്കാരെയും കൊണ്ട് ഫ്രണ്ടിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു കാരി. പക്ഷെ അവർക്ക് വല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, കാരണം അവിടെ അവർക്കൊന്നും അവിടെ എടുക്കാനില്ലായിരുന്നു കേട്ടോ. സം തീഫ്, ചില തീഫ് പറഞ്ഞാൽ എന്താ, കള്ളന്മാര് had removed most of my things, അല്ലേ, എൻ്റെ എല്ലാ സാധനവും കള്ളന്മാരും എടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു എന്നർത്ഥം, അല്ലേ. അപ്പോൾ അവർക്കൊന്നും എടുത്തുകൊണ്ടായില്ല. അത് തുറന്നിട്ട് ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കള്ളന്മാർ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. റൂം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്, ഫുള്ള് എടുത്തുകൊണ്ടിട്ടുണ്ട് കേട്ടോ, ഒന്നും ഇനി അവിടെ ബാക്കി വെച്ചിട്ടില്ല. ബട്ട് നോട്ട് റിയലി ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ്. പക്ഷേ ഒരു കാര്യം കള്ളന്മാർ അവിടെ ബാക്കി വെച്ചു മക്കൾ. അതെന്താണ്, ആസ് എ ഫൈനൽ ഇൻസൾട്ട്. അദ്ദേഹത്തിന് ഒരു ഫൈനലായിട്ടൊരു ഇൻസൾട്ട് ആയിരുന്നു ആ ബാക്കി വെച്ച സാധനം. അത് കൊണ്ടുവരുന്നെങ്കിൽ അദ്ദേഹത്തിന് ടെൻഷനായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഒരു ഇൻസൾട്ട് ആയിട്ട്, ഒരു അപമാനമായിട്ട് അവരൊരു സാധനം അവിടെ ബാക്കി വെച്ചിട്ട് പോയി. ഓക്കെ, എന്താണത്, വാട്ട് വാസ് ദാറ്റ്, അതെന്താണ്, അല്ലേ, ചോദിക്കുകയാണ്, അല്ലേ. ദ ഡോക്ടർ സെഡ് മൈ വേസ്റ്റ് at the dirty one, അല്ലേ, ആ കളർ, നല്ല വെള്ള കളറൊന്നും ഇല്ലാത്ത ആ ചീഞ്ഞ ബനിയനുണ്ടല്ലോ, ആ മുഷിഞ്ഞിട്ടുള്ളേ, അത് അവരവിടെ ഇട്ടിട്ട് പോയിട്ടേ. അപ്പൊ അത്രയും മുഷിഞ്ഞതായിരിക്കും അത്. ഓക്കെ, ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീനസ്. അദ്ദേഹത്തിന് കുറച്ച് വൃത്തിയുള്ള ആളാണെന്ന് തോന്നുന്നു ആ കള്ളൻ എന്നാണ് പറയുന്നത് കേട്ടോ. The rascal could have taken it and used it after washing it with a soap and water. ആ ഒരു റാസ്കലിന്, മീൻസ് ആ ഒരു തെമ്മാടിക്ക് അറ്റ്ലീസ്റ്റ് അത് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്ത് വാഷ് ചെയ്തിന്, സോപ്പൊക്കെ വെള്ളമൊക്കെ വെച്ച് വാഷ് ചെയ്ത് ഇടായിരുന്നു. അതൊരു അപമാനമായില്ലേ. കാരണം ഫ്രണ്ട്സും ബാക്കി 2 ആളുകളും കൂടെ ചെല്ലുന്നുണ്ട്, ഫുള്ള് ക്ലീൻ ആണ്, അല്ലേ. അദ്ദേഹത്തിന്റെ കോട്ടാണെങ്കിലും പുറത്തുള്ള ഡ്രസ്സൊക്കെ ക്ലീൻ ആയിരിക്കും, പക്ഷെ ഏറ്റവും വൃത്തികേടും ചീഞ്ഞ് കളറൊന്നും ഇല്ലാതെ മുഷിഞ്ഞൊരു ബനിയൻ, ഇത് അത് അവർക്ക് പോലും വേണ്ടാന്നിട്ട് അവരവിടെ ഉപേക്ഷിച്ച് പോയി. അതവിടെ ഇട്ടത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അയാൾക്കൊരു വമ്പൻ ഇൻസൾട്ട് ആയി പോയി കേട്ടോ. അപ്പൊ അയാൾ പറയണം, അറ്റ്ലീസ്റ്റ് ആ റാസ്കലിന് എന്ത് ചെയ്യാമായിരുന്നു, ടേക്കൻ ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പും വാട്ടറൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് അത് കൊണ്ടുപോയി ഉപയോഗിക്കാമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? ഡോക്ടർ, നിങ്ങൾ അടുത്ത ദിവസം ആ പാമ്പിനെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ ലോഫ്ഡ്. ഡോക്ടർ എന്ത് ചെയ്തു, ഒന്ന് ചിരിച്ചു. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ് ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൻ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, അല്ലേ. അത്രയും ഭംഗിയിൽ ഞാൻ ഇതുവരെ അതിനുശേഷം എന്ത് കണ്ടിട്ടില്ല മക്കളെ, അങ്ങനെ ഭംഗിയുള്ള ഒരു പാമ്പിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഐ ഹാവ് നെവർ സീൻ, ഞാൻ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല, സിൻസ്, അല്ലേ, ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൻ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, അല്ലേ. ആ അത്രയും വലിയ ബ്യൂട്ടിയിൽ ഞാനൊരു പാമ്പിനെ, പിന്നീട് അങ്ങനെ ഒരു പാമ്പിനെ അത്രയും ഭംഗിയിൽ ഇങ്ങനെ നേരോട് നേരെ, അല്ലേ മക്കളെ, അത്രയും ഭംഗിയിൽ ഇങ്ങനെ നേർക്ക് ഒരു പാമ്പിനെ അദ്ദേഹം വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ കേട്ടോ. ഇത് വൈക്കം മുഹമ്മദ് ബഷീർ ഒന്നൊന്നര കളിയാക്കലാക്കിയിട്ട് എഴുതിയൊരു കഥയാണിത്. അതുകൊണ്ട് തന്നെ നമുക്കത് വായിക്കാൻ വളരെ സിമ്പിളാണ്, അല്ലേ. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജും വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറി ആയിരുന്നു കേട്ടോ. സോ നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.